വീണ ജോർജിൻ്റെ ഉടായ്പകൾ പൊളിച്ചടുക്കി രാഹുൽ മാങ്കൂട്ടം. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വേണം, എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഉടായ്പകളെ പൊളിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു 2026 ഓസ്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന് തന്നെ കൊടുത്തിരിക്കണം അല്ലേ. വേറെ ആർക്കും 2026 ഓസ്കാർ അവാർഡ് വേറെ ആരും അർഹതപ്പെട്ടല്ല, വീണ ജോർജ് തന്നെയാണ് ഇതിന് അർഹതപ്പെട്ട ആൾ. ഇന്നലത്തോടു കൂടി നമ്മൾ കണ്ടതാണ്, നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇതിനെല്ലാം പൊളിച്ചടുക്കി രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് തരാം. അതിൽ രാഹുലിൻ്റെ തിരിച്ചു വരവ് ആത്മാർത്ഥമായിട്ട് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. കാരണം ഇതുപോലെയുള്ള ആളുകളെ പൊളിച്ചടുക്കി വലിച്ചു കീറി ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും കൊണ്ട് കാണിക്കാനും ഇത്രയും തൻ്റെ ഇടം കാണിക്കുന്ന യുവ നേതാക്കൾ വേറെ ആരുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കപട ടീമുകളെ വലിച്ച് പുറത്തെടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ഈ പ്രസ്ഥാനത്തിൽ തന്നെ എത്ര ആളുകളുണ്ടായിട്ട് ഇതിനെതിരെ എത്ര ആളുകൾ ശബ്ദമുയർത്തി, ഈ വീണ ജോർജിൻ്റെ ഉടായ്പകൾ എത്ര ആളുകൾ പൊളിച്ചടുക്കി കയ്യിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിന് ശേഷം ഒരാളും മിണ്ടിയില്ല. വി ഡി സതീശൻ്റെ പോസ്റ്ററും മറ്റേ ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ടല്ലോ, ഡിവൈഎഫ്ഐക്കാർ വലിച്ചു കീറി 2 തുണ്ടാക്കി കാറ്റിൽ പുറത്ത് എറിഞ്ഞ് കളഞ്ഞ്. എന്നിട്ടും വി ഡി സതീശൻ മിണ്ടാതെ ഒരിടത്ത് പോയിരിക്കുകയാണ്, ഇതിനെതിരെ ഒന്നും ശബ്ദിക്കുക പോലും ചെയ്യാതെ. അപ്പോൾ ചാണ്ടിയുമ്മനാണെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായ ഒരു അനുഭവമായിട്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു കല്ലേറ് നടന്നല്ലോ. അന്ന് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം, ആ ഒരു ദുരനുഭവത്തെ പറ്റിയിട്ട് പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? അത് പുളിയുണ്ടല്ലോ, പുളി ഇട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോലും ഇത്രയും ഒരു കള്ളത്തരം പറയാൻ സാധിക്കത്തില്ല. അത് കള്ളത്തരമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കിട്ടിയത് കള്ളത്തരമാണെന്നാണ് അന്ന് പിണറായി വിജയൻ വാദിച്ചത്. ഇപ്പം വീണ ജോർജിന് ഈ ഉളുക്കുമായിട്ട് ബന്ധപ്പെട്ട് വീണ ജോർജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് പിണറായി അവിടെ കാണാൻ പോയി ആശംസ അറിയിപ്പിച്ചാണ്. പിന്നെ വേറെ കുറച്ച് പ്രമുഖരായിട്ടുള്ള ആളുകളും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. ലോക തോൽവി എന്ന് പറഞ്ഞാൽ ലോക തോൽവിയാണ് ഇത്. ഇപ്പം ഈ വരാനിരിക്കുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് ഇത്, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വീണ ജോർജിനെ വലിച്ചു കീറി ഉപ്പിലിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പൊങ്കാലയിടുവാണ് വീണ ജോർജിനെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റ് ഇതാണ്. ഇന്ന് നടന്ന സമരത്തിൻ്റെ കൃത്യമായ ദൃശ്യം ഞാനിവിടെ വീഡിയോ വെച്ച് തരാം. അതിന് മുമ്പ് രാഹുലിൻ്റെ പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം, അതിനുശേഷം ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് KSU പ്രവർത്തകർ വീണ ജോർജിനെ തൊട്ടിട്ട് പോലുമില്ല. ഇവർ എനിക്ക് തോന്നുന്നു ഈ KSU പ്രവർത്തകരെ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഇവർ തെറി വിളിച്ചും കണ്ട കഴുത്ത് വിളിക്കാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വീണ ജോർജിന് കഴുത്ത് കുളുക്കൽ നിമ്പ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോസ്റ്റ് ഇവിടെ വായിക്കാം. രാഹുൽ മാങ്കൂട്ടം പോസ്റ്റ് ഇതാണ് ഇന്ന് നടന്ന സംഭവത്തിൻ്റെ കൃത്യമായിട്ടുള്ള ദൃശ്യം. ഞാനിവിടെ സൈഡിൽ വീഡിയോ കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കെ. ഇതിൽ എങ്ങനെയാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്ക് പറ്റിയതെന്ന് പോലീസും ആ പരിക്കിൻ്റെ ഗൗരവം ആരോഗ്യ വകുപ്പും അന്വേഷിക്കണം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണയ്ക്ക് കയ്യിലെ ഈ കുഞ്ഞു മുറിവിൽ ഇത്ര വേദനിച്ചു എങ്കിൽ ആരോഗ്യ വകുപ്പിലെ പിഴവിനാൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 9.5 വയസ്സുകാരി വിനോദിനിക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും. ശരിയാണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുഞ്ഞ് കുട്ടിയുടെ കൈ മുറിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് അത്രയും വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? സ്വന്തം സീറ്റിനും സ്വന്തം രാഷ്ട്രീയ പദവിക്കും വേണ്ടിയിട്ട് ഇവരൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ച് ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പിഴവിനാൽ ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞിനുണ്ടായിട്ടുള്ള ആ ഒരു വേദന നിനക്കൊക്കെ കാണുമോ? ഈ ചെറിയൊരു മുറിവിൻ്റെ അംശത്തിൽ നിനക്ക് കാണുമോ? ആ കുഞ്ഞിൻ്റെ 7 അയലത്ത് വരത്തില്ല, അത് നീയൊക്കെ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. കാരണം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടാണ്. കാരണം ഇതാണ് യഥാർത്ഥത്തിലുള്ളൊരു പച്ചയായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടുന്നത്. എത്ര പേര് ഈ വീണ ജോർജുമായിട്ടുള്ള ഈ വിഷയത്തിൽ ഈ ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു കേസ് ഓർത്തിട്ടുണ്ട്? എത്ര പേര് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് ഈ കള്ളങ്ങളെയൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ രാഹുൽ എന്നൊരു വ്യക്തി അതിന് എവിടെ ആയിക്കോട്ടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നാൽ മതി. ഈ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ എവിടെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിലോ എവിടെയും വേണമെന്നില്ല. ഈ ഒരു വ്യക്തി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നാൽ മതി. ഇതുപോലെയുള്ള ഉടായ്പ ടീമുകളെ കള്ളങ്ങൾ കാണിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന
ടീമുകളെയൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ രാഹുൽ തന്നെ വേണം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഞാൻ ആ വീഡിയോ സൈഡിൽ വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത പോസ്റ്റ്, സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക്, അതും സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിട്ട് പോലും നമ്മുടെ സർക്കാർ ആശുപത്രി കൊടുക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൽ ഇത്ര അൺപ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താകും? പുള്ളി അവിടെ മെൻഷൻ ചെയ്തത് നമ്മളെപ്പോലുള്ള, ഞാനൊരു MLA ആണെന്നല്ല, ഞങ്ങളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാത്രം പിടിവലി ഉളുക്കല്ല, സർക്കാരിൻ്റെ പിടലി ഉളുക്കാണ്. ആ മര്യാദ കാണിക്കണം. മെഡിക്കൽ കോളേജ് കൊടുക്കാൻ പോകുന്ന MRI എങ്കിലും മെന ആയാൽ മതിയായിരുന്നു. ഒരു കണക്കിന് നമ്മളെ ഈ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ് ഇവരിയ്ക്കുന്ന നമ്മളെ കേരളത്തിലേക്ക് സിസ്റ്റങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഹോസ്പിറ്റലുകളിൽ, ഇതുപോലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇതുപോലുള്ള വേണ്ടുന്ന സജ്ജീകരണങ്ങളുണ്ട്. നമ്മൾ രോഗിയായിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ അറിയാം, നെട്ടോട്ട് ഓടുന്ന അവസ്ഥയാണ്. നെട്ടോട്ട് ഓടുന്ന ഒരു വീൽ ചെയർ പോലും അവിടെ കാണത്തില്ല. അതാണ്. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് ഞാൻ വായിക്കാം. മലയാള സിനിമയ്ക്ക് ഒരു മഹാനടനെ സംഭാവന ചെയ്ത ജില്ലയാണ് ഞങ്ങളുടെ പത്തനംതിട്ട. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വീട് പത്തനംതിട്ടയാണ്, പുള്ളിയുടെ കുടുംബ വീടൊക്കെ പത്തനംതിട്ടയാണ്. കുട്ടിക്കാലത്തൊക്കെ പുള്ളി പത്തനംതിട്ടയിൽ അച്ഛൻ്റെ കൂടെയാണ്, പുള്ളിയുടെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പത്തനംതിട്ടയിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. അതിന് ശേഷമാണ് ട്രിവാൻഡ്രത്ത് വീട് മേടിച്ച് അവിടെ താമസമായത്. അതേ പത്തനംതിട്ട മലയാളത്തിനൊരു മഹാനടിയെ സംഭാവന ചെയ്തിരിക്കുന്നു, വീണേച്ചിയെ, നമ്മുടെ വീണ ജോർജിനെ, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ. പത്തനംതിട്ട മൗണ്ട് ബദനി സ്കൂളിലെ മോണോ ആക്ട് വേദിയിൽ തുടങ്ങിയ അഭിനയ സ്പര്യ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ഈ നാടകം അരങ്ങേറിയത്. ആടിയുലഞ്ഞ കപ്പലിലെ അഭിനയമൊക്കെ കണ്ടു മലയാളികൾ മൂക്കിൽ വിരൽ വെച്ചിട്ടുണ്ട് മുൻപ്. ഇന്ന് തന്നെ നോക്കൂ, KSUക്കാർ അകലെ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ വീണേച്ചിയുടെ പിടലി അങ്ങ് ഉളുക്കി കളഞ്ഞു. സാക്ഷാൽ ഉർവശിക്ക് പറ്റുമോ പിടലി കൊണ്ടുള്ള ഈ ആക്ടിങ്? അതിലും ഉപരി ഇന്ന് KSUക്കാർ കരിങ്കൊടി കാണിക്കും. ഇന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് 4 ദിവസം മുൻപ് കൈക്ക് വട്ടച്ചൊറിയുടെ വലിപ്പത്തിൽ മുറിവ് വരുത്തുന്ന ആ സ്കിൽ, അത് ആരോഗ്യ കേരളത്തിനല്ല, ലോകാരോഗ്യ മേഖലയ്ക്കും ലോക സിനിമയ്ക്കും തന്നെ വിസ്മയമാണ്. എന്തോന്നൊക്കെയാണ് ഇവിടെ എഴുതി വിട്ടേക്കുന്നത് രാഹുൽ മാങ്കൂട്ടം. സത്യം പറഞ്ഞാൽ ഇവരെ വലിച്ചു കീറി ഉപ്പിലിട്ട് വെച്ചെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ വട്ടച്ചൊറി വലിപ്പത്തിലെ മുറിവുമായി വരുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ICU സജ്ജമാക്കുന്ന കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മലയാളികൾക്ക് ആകെ അഭിമാനമാണ്. അമേരിക്കയിൽ നിന്ന് വരെ രോഗികൾ വിളിക്കും. ഇനിയും മന്ത്രിയെ അകലിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു പിടലി ഉടുക്കിച്ച KSU പ്രവർത്തകർക്ക് എതിരെ വധശ്രമത്തിന് കേസെടുത്ത ശ്രീ വിജയൻ്റെ പോലീസ് മറ്റൊരു വിസ്മയം ആവുകയാണ്. ഇനി ഇതും പറഞ്ഞുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത പോക്സോ കേസ് വരുന്നത്. കാരണം ഇവിടെ വിജയൻ്റെ പേര് പറഞ്ഞല്ലോ, പിണറായി വിജയന് ഇവിടെ വിജയൻ എന്ന് പറഞ്ഞല്ലോ, അതിഞ്ഞ് കുറേ ആൾക്കാർ എടുത്തുകൊണ്ട് വരും. കുറേ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് കുരുപൊട്ടും. ലാലേട്ടൻ്റെ വിരലുകളും കൺപീലികളും വരെയാണ് അഭിനയിക്കുന്നതെങ്കിൽ വീണേച്ചിയുടെ പിടലിയും കയ്യിലെ വട്ടച്ചൊറി വലിപ്പത്തിലെ മുറിവും വരെ അഭിനയിക്കും. എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ ഉപ്പിലിട്ട് വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പോസ്റ്റ് കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഫോട്ടോ, മികച്ച മന്ത്രി, മികച്ച നടി എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ KK ശൈലജ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രതിഷേധത്തിൻ്റെ പേരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ്. 10 വർഷം പൂർത്തിയാക്കുന്ന ഇടതുഭരണത്തിനെതിരെ രാഷ്ട്രീയമായി ഒരു ആരോപണവും ഉന്നയിക്കാനില്ലാത്ത പ്രതിപക്ഷം പ്രതിഷേധത്തിൻ്റെ പേരിൽ അക്രമികളെ തെരുവിലിറക്കി മന്ത്രിമാരെ കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഹീനമായ ഈ രാഷ്ട്രീയത്തെ ജനാധിപത്യ കേരളം തള്ളിക്കളയും. KK ശൈലജ ടീച്ചർ. എന്നിട്ട് ഇത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഇട്ടൊരു പോസ്റ്റാണ് കേട്ടോ. 24 ഉണ്ടല്ലോ, ഇവരെ ട്രോളി ഇട്ടൊരു പോസ്റ്റാണ്. ട്രോളി കൊന്നെന്ന് വേണമെങ്കിൽ പറയാം. 24-നൊരു ബിഗ് സല്യൂട്ട് കേട്ടോ. മന്ത്രി 24 ഇട്ടേക്കുന്ന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി വീണ ജോർജിൻ്റെ പരുക്കു വേദന കയ്യിലേക്ക് കൂടി വ്യാപിച്ചു. BP ഹൈ ലെവൽ.
മെഡിക്കൽ ബോർഡ് യോഗം 10 മണിക്ക് ചേരും. എന്താല്ലേ 24 ഒരു സംഭവമായിട്ടാണ് ഈ പോസ്റ്റ് ഞാനിവിടെ വയ്ക്കാം. 24 എന്നിട്ട പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഇവരെ ട്രോളി അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു 24. ഇനി അടുത്തൊരു പോസ്റ്റ് നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ. വലിയ സംഭവമായി. പിന്നെ പുള്ളിക്കൊന്നും അധികം പറയാനില്ല. ഒപ്പമുണ്ട് സഖാവേ. പുള്ളി അധികം എന്തെങ്കിലും വിസ്തരിച്ച് കഴിഞ്ഞാൽ അത് അതിലും വലിയ കോമഡി ആയിപ്പോകും. പിന്നെ അതും ട്രോളായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് പുള്ളി ഇട്ടേക്കുന്ന ഒപ്പമുണ്ട് സഖാവേ എന്നാണ് ഇട്ടേക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ജോബി എന്ന് പറയുന്നത് ജോബിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കുന്ന ഒരു കമൻ്റാണ് കേട്ടോ. 2021 ഏപ്രിൽ 4 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വാഹനാപകടം പറ്റി വീണയ്ക്ക് കഴുത്തിന് പരിക്ക് പറ്റിയിരുന്നു. വാഹനാപകടത്തിൽ അന്ന് ഇവർക്ക് കഴുത്തിൽ പരിക്ക് പറ്റിയിരുന്നു. ഉടായ്പകളൊക്കെ ഇപ്പോൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് പ്രതിഷേധക്കാരുടെ നേരെ ആക്രോശിച്ച് ചെന്ന സമയത്ത് പഴയ പരിക്ക് വീണ്ടും ഒന്ന് ഇളകി. അതിൽ നിന്ന് കരിങ്കൊടി വീശി സമരം ചെയ്യാൻ വന്നവർക്ക് യാതൊരു പങ്കുമില്ല. NB ഓൾഡ് പെഡലി വീഡിയോ താഴെ കൊടുക്കുന്നു. വീഡിയോ ഉൾപ്പെടെ യൂട്യൂബിനകത്തുണ്ട്. കാണേണ്ട ആളുകൾക്ക് പോയി സെർച്ച് ചെയ്ത് കാണാം. ഇനി ഷഹനാസ് യാക്കൂബ് കുത്തനൂർ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്ന് ഒരു വ്യക്തി ഇട്ടേക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിന് ഇട്ടേക്കുന്ന ഒരു കമൻ്റാണ്. ചോദ്യം: മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ച വീഡിയോ കിട്ടിയോ? ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഉത്തരമില്ല. ചോദ്യം: ആക്രമിക്കുന്നത് ആരെങ്കിലും കണ്ടോ? ഉത്തരം ഇല്ല, അതുമില്ല. ചോദ്യം: പിന്നെ എന്തിനാണ് എന്തുണ്ടാക്കാനാണ് വധശ്രമത്തിന് കേസ് എടുത്തത്? ആർക്കറിയാം? രായാവിനറിയാം, അല്ലാതെ വേറെ ആർക്കറിയാം? ഉത്തരം: മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതിന്. ചോദ്യം: മാരകായുധങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? ഉത്തരമില്ല. ചോദ്യം: മന്ത്രി വീണയെ കൊല്ലും എന്ന് ആരെങ്കിലും പറഞ്ഞു? ഉത്തരമില്ല. പോലീസ് നോക്കി നിൽക്കെ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു എന്ന് നുണ പറയുന്ന ഇടതുപക്ഷ ഭരണകൂടത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇട്ടേക്കുന്നത്. എന്തായാലും കൊള്ളാം, ആ ഒരു കമൻറ്റ് കൊള്ളാം. ഇനി ലോക കോമഡി PK ശ്രീമതി ടീച്ചർ ഇട്ടേക്കുന്നത്: ആരോഗ്യവകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വീണ ജോർജ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലോ. ഇത് ഏറ്റവും വലിയ, ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ കോമഡിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വീണ ജോർജ് യൂത്ത് കോൺഗ്രസിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാണ് ശ്രീമതി ടീച്ചറുടെ പോസ്റ്റ്. ഇതൊക്കെ കമൻറ്റ് സെക്ഷൻ കയറി നോക്കിക്കഴിഞ്ഞാൽ ചിരിച്ച് ഉപ്പാടുക. ആ രീതിയിലുള്ള കമൻറ്റ് സെക്ഷനാണ്. കമൻറ്റിലെ ആൾക്കാരെ ട്രോളുകൾ വീണ ജോർജിനെതിരെ. ഓക്കെ, ഇനി ഞാനിവിടെ ചാണ്ടി ഉമ്മൻ ഇതിനൊക്കെ ശേഷം ഫേസ്ബുക്കിനകത്തൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ പറയുന്ന ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം ഉമ്മൻചാണ്ടിക്ക് ഒരു ദുരനുഭവം ഇതുപോലെയൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ നമ്പർ 1 ഉഡായിപ്പ് അഭിനയം. ഇത് അഭിനയം. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിട്ടുള്ള 2013 2013 തോന്നുന്നു, കല്ലേറിൽ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇതിൽ തലയ്ക്ക് ഗുരുതരമായിട്ട് ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായ ഈ ഒരു ദുരനുഭവത്തെ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് അവിടെയും ഇവിടെയും ചെന്നിരുന്നിട്ട് പറഞ്ഞ പല ആളുകളുണ്ട്. അവർക്കെതിരെയൊക്കെ ഇപ്പം ചാണ്ടി ഉമ്മൻ ശബ്ദമുയർത്തിക്കുവാണ്. ചാണ്ടി ഉമ്മൻ തൻ്റെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഫോട്ടോ ഉമ്മൻചാണ്ടിയുടെ ആ അന്നത്തെ കല്ലേറിൻ്റെ ആ ഒരു വണ്ടിയുടെ ദൃശ്യങ്ങളും ഉമ്മൻചാണ്ടിക്കുണ്ടായ ഒരു ദുരനുഭവത്തിൻ്റെ ഫോട്ടോയൊക്കെ വീണ്ടും കവർ ഫോട്ടോ ആക്കിയിട്ടുണ്ട്. പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. ചാണ്ടി ഉമ്മൻ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ അവിടെ വെച്ച് തരാം. വീണ്ടും ഒരു ഫേസ്ബുക്ക് ലൈവ് കുറേ നാളുകൾക്ക് ശേഷം. അത് പക്ഷേ നിങ്ങൾക്കറിയാം സാഹചര്യം എന്താണെന്നുള്ളത്. ഇന്നലെ നമ്മുടെ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നാടകം, തീർച്ചയായിട്ടും നാടകം തന്നെ പറയേണ്ടി വരും. ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല മന്ത്രി ആക്രമിക്കുന്നത്. മന്ത്രിയുടെ അടുത്ത് പോലും പോകുന്ന ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല. പോലീസുകാർ ചേർന്ന് ഈ കുട്ടികളെ തടഞ്ഞുകയാണ്. എന്നിട്ടും എന്തോ വലിയൊരു വിപത്ത് സംഭവിച്ചു എന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കൃത്യം 13 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഒക്ടോബർ 27 എന്നുള്ള ദിവസമാണ്. അന്ന് കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലേക്ക് ചെന്ന എൻ്റെ പിതാവിനെ പിതാവിൻ്റെ വണ്ടിയുടെ നേരെ ലാത്തി ഉൾപ്പെടെ വലിച്ചെറിയുകയും കല്ലെറിയുകയും അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ച ആ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. ആ കല്ലെറിഞ്ഞതിന് ശേഷം
നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് തൊലിക്കട്ടി ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. കല്ല് ചെന്ന് വീഴുന്ന ദൃശ്യമുണ്ട്, ഗ്ലാസ് തകരുന്ന ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തത് കൊള്ളുന്നത് കാണുന്നുണ്ട്. നെഞ്ചിന് ഇത്രയും തൊലിക്കട്ടി ഉണ്ടോ എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. ഇല്ലേ? കേരളം മറക്കാത്ത കാഴ്ചയാണ്. ഒരു ഹർത്താലിന് പോലും, ഒരു സമരത്തിന് പോലും അദ്ദേഹം അന്ന് അനുവദിച്ചില്ല. ആദ്യം അദ്ദേഹം അന്വേഷിച്ചത് പ്രതിപക്ഷ നേതാക്കന്മാരുടെ സുരക്ഷയാണെങ്കിൽ ഇന്ന് ആദ്യം ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, കോൺഗ്രസിന്റെ ഫ്ലെക്സുകൾ, പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ തകർക്കുക, എടുത്തു കളയുക എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ പക്ഷേ കണ്ടല്ലോ ചാണ്ടിയമ്മൻ പറഞ്ഞ കാര്യം. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് DFIക്കാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തിൻ്റെ പേരിൽ, എന്തിനാണ് ഇവരിങ്ങനെ കിടന്നിട്ട് ഈ പട്ടി ഷോ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ DFI പ്രവർത്തകർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവർ ഈ കാണിക്കുന്ന ആവേശം, ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഇവരെ ഈ ആവേശങ്ങളൊന്നും നമ്മൾ കണ്ടില്ല അല്ലേ? ഒരു സാധാരണക്കാരൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരിച്ചപ്പോൾ ഇവരെ ഈ ഒരു പ്രതിഷേധങ്ങളൊന്നും നമ്മൾ ആരും ഇവിടെയും കണ്ടില്ല. നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥലപ്പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു 35-40 വയസ്സിനകത്തുള്ളൊരു യുവാവ് ശ്വാസം കിട്ടാതെ അവിടെ കടന്ന് വേദന അനുഭവിച്ച് ആ ഹോസ്പിറ്റലിൽ കിടന്ന് ശ്വാസം കിട്ടാതെ മരിക്കുന്നത്, തൻ്റെ ഭാര്യയുടെ കണ്ണ് മുമ്പിൽ കിടന്ന് മരിക്കുന്നതെല്ലാം നമ്മുടെ ആ CCTVയിൽ വേദനയോടെ കണ്ടതാണ്. അതിനെതിരെ എന്തുകൊണ്ട് ഇവന്മാരെ ഒരു പ്രതിഷേധവും നമ്മൾ കണ്ടില്ല അല്ലേ? അതിനുശേഷം ഒരു കുഞ്ഞു വിദ്യാർത്ഥിനിയുടെ കൈ, രാഹുൽ മാങ്കൂട്ട ഇട്ട പോസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്ന ഒരു കുഞ്ഞു വിദ്യാർത്ഥിനിയുടെ കൈ അനാവശ്യമായിട്ട് മുറിച്ചു മാറ്റിയപ്പോഴേക്കും അതിനൊരു കൃത്രിമ കൈ വെച്ചു കൊടുക്കാൻ സർക്കാർ അനാസ കാട്ടിയപ്പോഴും കണ്ടില്ലല്ലോ. ഈ മെഡിക്കൽ കോളേജിലെ ഈ ഒരു വൃത്തികെട്ട ഈ ഒരു ചികിത്സാ പിഴവിലെ ഒരു സ്ത്രീ വയറിൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടാണല്ലോ, കത്രികയുമായിട്ട് ആ സ്ത്രീയുടെ വയറ്റിൽ 5 വർഷം ആ സ്ത്രീ അനുഭവിച്ച വേദന അല്ലേ? അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒരു സംഘടനയുടെയും ഒരു പ്രതിഷേധവും, പ്രത്യേകിച്ച് ഈ DYFI പ്രവർത്തകരുണ്ടല്ലോ, അനാവശ്യമായിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള ഉടായിപ്പ് കേസുകളുമായിട്ട് വരുന്നതല്ലാതെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് നമ്മൾ കണ്ടതാണ്, ചീമട്ട എറിയുന്നു, അതെറിയുന്നു, മറ്റേതെറിയുന്നു. അപ്പോൾ ഇത്രയും ഈ പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഈ DYFI പ്രവർത്തകർ അതിനെതിരെ പ്രതിഷേധം ഇവർ ഉന്നയിച്ചിട്ടില്ല അല്ലേ? ഈ ഒരു പേരും പറഞ്ഞൊക്കെ ഇവർ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ എത്ര ആളുകൾ ഈ ഒരു മെഡിക്കൽ അനാസ്ഥ കാരണം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനൊക്കെ എതിരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാധാരണക്കാർക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർ ഇതിനൊക്കെതിരെ പ്രതിഷേധിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ധാർമ്മികത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വീണ ജോർജ് ഒരു 2 KSU പ്രവർത്തകരെ അങ്ങ് ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് അവരെ പെടലി ഉളുക്കി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വേറെ എങ്ങോട്ടേക്കോ കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ എതിരെ പ്രതിഷേധിക്കുന്ന ഇവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരെയൊക്കെ ഒരു അജണ്ട എന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇവരെയൊക്കെ അജണ്ട എന്താണ്? അജണ്ട ഇപ്പോൾ രാഷ്ട്രീയമായാലും ഇപ്പോൾ പ്രതിപക്ഷമായാലും ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നാടിന് വേണ്ടിയിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സേവനത്തിനും വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കാണിച്ചിട്ട് എന്ത് നേടാനാണ്, എന്ത് കിട്ടാനാണ്? ഇതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്താണ് പ്രയോജനം? ഇവിടെ നിങ്ങൾ ഇത്രയും ശുഷ്കാന്തി കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ വീണ ജോർജിൻ്റെ ഒരു ആരോഗ്യമന്ത്രിയാണ്. ആ ആരോഗ്യമന്ത്രി കാണിക്കേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളും നമ്മളിപ്പം ഒരു റീസെൻ്റായിട്ടുള്ള ഈ ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് നമുക്ക് ഒരു ആരോഗ്യമന്ത്രി എന്ത് നടപടിയാണ് ഇതിനൊക്കെ എടുത്തിട്ടുള്ളത്? അപ്പം അതിനെതിരെ പ്രതിഷേധിക്കാതെ ഇതുപോലുള്ള തീട്ട കേസുകൾക്ക് പ്രതിഷേധിക്കാൻ വരുന്ന ഇവരെയൊക്കെ എന്താണ് ഇവരെയൊക്കെ നമ്മൾ പറയുകയാണ് അല്ലേ? എന്തായാലും കൊള്ളാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇതിനെതിരെയുള്ള പ്രതിഷേധം ഇതുപോലുള്ള ഇപ്പോൾ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. കാരണം ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ ഇതുപോലുള്ള ആളുകളെ കൊണ്ടൊക്കെ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ കൊണ്ടൊക്കെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരുമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനലിന് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.